DGP റാങ്കിൽ നിന്നും വിരമിച്ച ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ 2007 വിജിലൻസ് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ കേസെടുക്കുന്നത്. വിജിലൻസിന്റെ പരിശോധനയിൽ 64 ലക്ഷം രൂപയാണ് തച്ചങ്കരിയുടെ പക്കൽ നിന്നും കണ്ടെത്തുന്നത്. എന്നാൽ അതിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ തച്ചങ്കരിക്ക് കഴിഞ്ഞില്ല. തുടർന്ന് വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതിനെതിരെ വിജിലൻസ് കോടതിയിൽ വിടുതൽ ഹർജി ആവശ്യപ്പെട്ടുകൊണ്ട് തച്ചങ്കരി സമീപിച്ചെങ്കിലും കോടതി അത് തള്ളി. കേസിൽ പുനരന്വേഷണം നടത്താനായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവ്. അതിനെ സിംഗിൾ ബെഞ്ച് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനോ കോടതിക്കോ മാത്രമേ ഇത്തരത്തിൽ ഒരു ഉത്തരവിടാൻ അധികാരമുള്ളൂ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഡിവിഷൻ ബെഞ്ച് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവിനെ റദ്ദാക്കുകയാണ് ഉണ്ടായത്. നിലവിൽ സമർപ്പിച്ചിട്ടുള്ള കുറ്റപത്രത്തിൽ കൂടുതൽ എന്തെങ്കിലും ചേർക്കാനുണ്ടോ എന്ന് ചോദിച്ച ഹൈക്കോടതി ഒന്നും തന്നെ ഇല്ല എങ്കിൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണം എന്ന ആവശ്യമായിരുന്നു വിജിലൻസ് കോടതിയോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസിലെ വിചാരണ ആരംഭിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വർഷങ്ങളോളം നിയമവ്യവഹാരം നടന്ന ഈ കേസിൽ 128 സാക്ഷികളും 145 രേഖകളുമാണ് അന്വേഷണ സംഘം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 28 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായുള്ള വിചാരണയിൽ ഇന്ന് 2 സാക്ഷികളെയും തച്ചങ്കരിയെയും വിസ്തരിച്ചു. 128 സാക്ഷികളും 145 പ്രമാണങ്ങളുമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രമാണങ്ങളെല്ലാം ഇനിയിപ്പം അതിൻ്റെ ബന്ധപ്പെട്ട സാക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കോടതിയിൽ മാർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. പോലീസിലെ സർവീസ് കാലയളവിൽ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദനം നടത്തിയെന്ന പരാതിയായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലേക്ക് നീങ്ങിയതും 64 ലക്ഷം രൂപ വരവിൽ കവിഞ്ഞതായി വിജിലൻസ് കണ്ടെത്തിയതും. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഈ കേസിൽ ഇന്ന് രാവിലെയോടുകൂടി തച്ചങ്കരി കോടതിയിലെത്തി. തിരികെ മടങ്ങിയപ്പോൾ മാധ്യമങ്ങളെ കണ്ട് ഓടി മറയുകയാണ് ഉണ്ടായത്. ഇനിയുള്ള 27 ദിവസത്തെ വിചാരണ കാലയളവിൽ കോട്ടയം വിജിലൻസ് കോടതിയിൽ ടോമിൻ ജെ തച്ചങ്കരി ഹാജരാകണം. അതല്ലാത്ത പക്ഷം വിജിലൻസ് കോടതിയിൽ വരാൻ പറ്റാത്ത സാഹചര്യം അറിയിക്കണം. അത് കോടതി അംഗീകരിക്കുകയും വേണം. വരുന്ന ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇന്നത്തെ പോലെ ഓടി മറയാനാകുമോ തച്ചങ്കരിയുടെ തീരുമാനം? ജോബിൻ തെക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.